ഹലോ, ഇന്നത്തേത് ഒരു റെസിപ്പി അല്ല, വ്ളോഗാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഒന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഈ ഗ്രില്ല് ചെയ്യാനുള്ള സാധനമൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അവിടെ ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കുമായിരുന്നു മിക്കവാറും ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാനും ഒരെണ്ണം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം. ഞാൻ കാണിച്ചു തരാം അത് എന്താണ് വാങ്ങിച്ചതെന്നും ഞാൻ പിൻ ചെയ്തേക്കാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട്. ആവശ്യമുള്ളവർ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് തീയൊക്കെ ചിരട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചാർക്കോൾ ഓൾറെഡി ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിരട്ട വെച്ചിട്ട് നമ്മൾ തീ ഇട്ട് അതിനെ കരിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഇത് ചെയ്തൊരു പ്രാക്ടീസ് ഇല്ല. നമ്മൾ അവനിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ കൂടുതലും എടുക്കുക. പക്ഷേ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് തന്നെ അത് ചെയ്തെടുക്കും. അപ്പോൾ ആ ചെറിയ ഇരിക്കുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി സംഭവം എനിക്ക് തോന്നുന്നു 999 എങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷേ അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾ ഈ കാണുന്നതിനേക്കാളും തീരെ ചെറുതാണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ഡിന്നറിനൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സൈസ് ഉണ്ട് അതിന്. മറ്റേത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയ മെമ്പർ എന്ന് പറയുന്നത്. ആകെ 4.5 മാസമേ ആയിട്ടുള്ളൂ ആള്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ക്യാമറ കണ്ട് പേടിച്ചിരിക്കുകയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഇത്രയും കുറേ പീസസ് ഉണ്ടായിരുന്നു. കുറേ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്കും കൂടെ എടുക്കാമല്ലോ, 2 ദിവസത്തേക്കൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചെടുത്താണ്. അപ്പോൾ ഒരു സൈഡിൽ വലുതായിട്ട് വയ്ക്കുന്ന ബാബിക്ക്, അതായത് വലുതായിട്ട് വയ്ക്കുന്ന ഗ്രില്ലിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയതായിട്ട് ഒരു ബ്ലോർ മാതിരിയുള്ള ഒരു സാധനം കിട്ടിയതാണ്. സംഭവം ഫുൾ ഫ്ലോപ്പായിരുന്നു അത്. കാരണം അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തിരിക്കുന്ന സംഭവം ഊരിപ്പോവുകയും ചെയ്തു. അപ്പം മസാലയൊക്കെ ഓൾറെഡി നമ്മൾ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മുടെ യൂഷ്വൽ മസാല തന്നെ. എനിക്കൊന്നും ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, തന്തൂരി ചിക്കൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ സിമിലർ മസാല തന്നെയായിരുന്നു എടുത്തിരുന്നത്. ബിക്കോസ് ചിക്കൻ കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് എല്ലാം കൂടെ ചെയ്തെടുക്കുമ്പം വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് മൊത്തത്തിൽ എടുക്കാഞ്ഞത്. അപ്പോൾ ഇവളാണ് എൻ്റെ അനിയത്തിയാണിത്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഇതിനകത്ത് അസിസ്റ്റൻ്റായിട്ട് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇതെല്ലാം ചെയ്ത് എല്ലാം അടച്ചൊക്കെ വെച്ച് ഇനിയിപ്പം ഞങ്ങളത് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് വെക്കുന്നത് വലുതായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഏകദേശം ഇത്രയും പീസസ് കൊള്ളും. ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി 999 ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ടപ്പോൾ കുറച്ചുകൂടെ സൈസ് തോന്നിയെങ്കിലും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്രയും വലിപ്പമില്ല അതിന്. അത്യാവശ്യം സ്റ്റഡിയൊക്കെ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചപ്പോൾ തൊട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുക ഫ്ലോപ്പ് ആയല്ലോ എന്നുള്ളത്. അതിൻ്റെ ആ ഒരു ഗ്രില്ലൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി കുറവായിട്ട് ഫീൽ ചെയ്തു കണ്ടിട്ട്. എന്തായാലും പക്ഷേ ഒരു ചെറിയ ഫാമിലിക്ക്, അതായത് ഒരു പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ ആയിട്ട്, പക്ഷേ 2 പ്രാവശ്യമായിട്ട് എടുക്കേണ്ടി വരും. കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് ഇരിട്ടിയൊക്കെ തുടങ്ങി. നമ്മൾ 1-2 സെറ്റായിട്ടുള്ളത് ചെയ്തെടുത്തു ഓൾറെഡി. ഇതിൽ നല്ല സ്ലോ ആണ് കേട്ടോ ചെയ്യാൻ. പെട്ടെന്ന് തീയെല്ലാം പോയി ആ ഒരു പുക ഒട്ടും തന്നെ നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് വീണ്ടും വീണ്ടും കത്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം അതിൻ്റെ കൂടെ ഒരു ബ്രഷും ഒരു ചെറിയ സ്പാറ്റിലയും പിന്നെ ഇതുമൊക്കെയാണ് കിട്ടിയത്. സംഭവം അത് അത്ര യൂസ്ഫുൾ അല്ല, ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വലുതൊക്കെ വാങ്ങിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടിയത്. പക്ഷേ ഒരു 1000 റുപ്പീസിന് സത്യം പറഞ്ഞാൽ വെറുത്തല്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ കുറച്ച് പേർക്കൊക്കെ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളത്. ഞാനൊരു സംശയം കൊണ്ട് അച്ഛയോട് പറഞ്ഞതാണ് അതും കൂടെ എടുത്തോ അവിടുത്തെയും കൂടെ എടുത്തോ എന്നുള്ളത്. അപ്പം എന്തായാലും അത് എടുത്തത് കാര്യമായില്ലെങ്കിൽ മറ്റേത് മാത്രമായിട്ട് നടക്കത്തില്ലായിരുന്നു. കാരണം നന്നായിട്ട് സമയം എടുക്കുന്നുണ്ടായിരുന്നു അതിൽ. പെട്ടെന്ന് ആ തീയെല്ലാം ഇതായി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചിക്കനൊക്കെ ആകുന്ന സമയം കൊണ്ട് പിള്ളേർ ഇവിടെ വന്നിരുന്ന ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കോണുണ്ടല്ലോ, അതാണത്. അപ്പം നമ്മൾ ഈ കൊല്ലം ട്രിവാൻഡ്രം സൈഡൊക്കെ ഈ സ്റ്റെയിൻസ് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുന്ന് വാങ്ങിച്ച കോൺസ് ആണത്, ഐസ്ക്രീം കോൺസ്. കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ ഇവരിതാ പുതിന മിൻ ചട്നി ഉണ്ടാക്കാനുള്ള അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ ചെയ്യുകയാണെന്നുള്ളത് അവരറിഞ്ഞില്ല എന്ന് തോന്നുന്നു. 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ അവരതെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യുമ്പോൾ മിൻ ചട്നി നിർബന്ധമായും ഇതിനകത്ത് വേണ്ട ഒരു കാര്യമാണ്. കാരണം മയണീസും മിൻ ചട്നിയും ഇതിനകത്ത് തീർച്ചയായിട്ടും വേണം കോമ്പിനേഷൻ, എന്നാലേ നമുക്ക് കറക്റ്റ് ആവത്തുള്ളൂ. കുബൂസോ പൊറോട്ടയോ ഒക്കെ അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് തന്നെ എടുക്കാൻ. പിന്നെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഇടയ്ക്ക് ഞാൻ കുറച്ച് ജ്യൂസൊക്കെ കലക്കി എല്ലാം ഒന്ന് റെഡിയാക്കി. അങ്ങനെ നമ്മളിതാ ഫൈനലായിട്ട് എല്ലാം കൂടെ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാനുള്ളൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ് അടുത്തത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു 3-4 ബാച്ചായിട്ട് ഓരോരുത്തർക്ക് എടുത്ത് കൊടുത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ ഏകദേശം 6 പേർക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാം, അല്ലാതെ നമ്മൾ 2 ചെറുകൂടൊക്കെ എക്സ്ട്രാ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ മയണൈസ് യൂഷ്വലി ഞങ്ങൾ വീട്ടിൽ മയണൈസ് പ്രിപ്പയർ ചെയ്യാറാണ്. പക്ഷേ ഇന്ന് വിചാരിച്ചു എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കത്തില്ലേ, അതുകൊണ്ട് മിൻ ചട്നി ഓൾറെഡി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പൊറോട്ടയും കുറച്ച് കുബൂസും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മയണൈസ്, അല്ലാതെ വെജ് മയണൈസ് നമ്മൾ യൂഷ്വലി വാങ്ങുന്ന പോലെ തന്നെ സെയിം വാങ്ങി. അതിനകത്ത് എനിക്ക് തോന്നുന്നു ബേക്കേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു പുതിയതായിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് എന്ന് പറയുന്നത് വേറൊരെണ്ണമാണ്. ഞാനതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ അത് നല്ല സൂപ്പറാണ്. നല്ല വെജ് മയണൈസാണ് അതിനകത്തുള്ളത്. ഇത് വൈൻ ബോട്ടിൽ പൊട്ടിക്കാനാണ് നോക്കുന്നത്, പൊട്ടിക്കാൻ പറ്റില്ല, എന്തോ ജാമായിരിക്കുന്നു. അങ്ങനെ ഒരു വൈൻ ബോട്ടിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വൈൻ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് 2 പേർക്കും ഒരു സ്പ്രൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഒരിതിലാണ്. ആരെവിടെ ഇരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് എൻ്റെ ഡയറക്ഷനിൽ എല്ലാവരെയും ഓരോ സ്ഥലത്തായിട്ട് ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെയും ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 40 പീസസോളം ഉണ്ടായിരുന്നു. കുറേ ഇത്തിരി കൂടിപ്പോയി വാങ്ങിച്ചത്. പക്ഷെ നമ്മൾ ഇത്രയും പേരുണ്ടാകുമ്പോൾ അറിയില്ലല്ലോ എത്ര വേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ദിവസത്തേക്ക് കൂടുതൽ എടുക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, പിള്ളേരൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അവരായാലും ലെഗ് പീസിൻ്റെ ആൾക്കാരാണ് 2 പേരും, അതുകൊണ്ട് അവർക്ക് ലെഗ് പീസ് മാത്രം മതി എന്നുള്ള രീതിയിൽ എടുത്തു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും ഇത് എടുക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ അവനിൽ വെച്ചെടുത്താലും ആ ഒരു ടേസ്റ്റ് വേറെയാണ്. ഞാൻ യൂഷ്വലി ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു ഡിന്നറിനൊക്കെ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ 2 എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അവനിൽ വെച്ചെടുക്കുന്നതും എടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഗ്യാസിൽ വെച്ചെടുക്കുന്നതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 രീതിയിൽ എടുക്കുന്നതായാലും ഫ്രൈ ചെയ്തിട്ടേ അങ്ങനെ എടുക്കുന്നതും എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ട്രൈ ചെയ്ത് നോക്കട്ടോ. ചെറിയൊരു കുറച്ച് പേരൊക്കെ ഉള്ള ഒരു 3-4 പേര് വീട്ടിലുള്ളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങിച്ച ആ സാധനം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒന്നും അത്ര പറയാനില്ലെങ്കിലും ഓക്കെയാണ്, പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകത്തില്ല. ഗ്രില്ല് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും കട്ടിയില്ലാത്ത പോലത്തെ ഗ്രില്ലായിരുന്നു. ആക്ച്വലി ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് നടന്നില്ല. എന്തായാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഷോർട്സ് പോലെ എന്തെങ്കിലും ഇടാം, അതിൻ്റെ പാർട്സ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടാം. സംഭവം കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ബ്ലോർ മാതിരിയുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബ്രഷ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇതായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.